ഡോക്ടർ ഇ. ഉണ്ണികൃഷ്ണൻ്റെ കുറുന്തോട്ടിക്ക് തന്നെയാണ് വാദമെന്ന ലേഖനം മുമ്പ് വായിച്ചതാണ്. കിഴക്കൻ മലയിലേക്ക് പണ്ടൊരു വൈദ്യൻ പൊനംകൃഷിക്ക് പോയി. കാട് വെട്ടിച്ചുട്ട് ചാമയും തുവരയും മലനെല്ലും വിതയ്ക്കാൻ. നായങ്കട കൊണ്ട് അതിരിട്ട കൊത്തുകാടിന് മുമ്പിൽ മലദൈവങ്ങളെ ധ്യാനിച്ച് പണിക്കൂട്ടം വിത്തുകളിപ്പാട്ടോടെ കാടറുത്ത് തീയിടാൻ തുടങ്ങി. ഊരകപ്പൊന്തകളിൽ ചുറ്റിപ്പിടർന്ന പാടവള്ളി ഭയപ്പാടോടെ പിടിവിട്ട് ചാടി. ഉഴഞ്ഞ വള്ളിയുടെ കാതിലെ പുത്തൻ കുണുക്കിൻ്റെ ചന്തം നോക്കി നിന്ന് തീണ്ടനാഴി ഞെട്ടിപ്പിടഞ്ഞ് പീലിക്കൈകൾ പൂട്ടിവെച്ച് പതുങ്ങിയിരുന്നു. ഇലക്കൈകൾ കൊണ്ട് കാർത്തുകൂട്ടി പടർപ്പിൽ പൊത്തിപ്പിടിച്ച് കയറി. ഒന്ന് ശ്വാസം വിടാൻ തിരിഞ്ഞ മേന്തോന്നിയുടെ ശിഖാപുഷ്പങ്ങൾ ഉയർന്നു പൊന്തിയ തീപ്പുകയേറ്റ് അധോമുഖിയായി കിടന്ന് കണ്ണുകൾ പൂട്ടിയടച്ചു. അമ്ലവേദസിൻ്റെ മുന്തിരിക്കൊല തിന്നാൻ വന്ന കുട്ടുറുമൻ പക്ഷികൾ പ്രാകി പറക്കുന്ന പൂത്താങ്കിരികൾക്കൊപ്പം പരിഭവം പറഞ്ഞു. നിലവറയിൽ താതിരിപ്പൂവിട്ട് കുഴിച്ചിട്ട അരിഷ്ടാസവങ്ങളുടെ ശർക്കര ഗന്ധം പതഞ്ഞു പൊങ്ങുന്ന പോലെ ചെറുപ്പത്തിലേ ഉരുവിട്ട് പഠിച്ച ഔഷധഗുണ പാഠങ്ങൾ ഉരുക്കി കഴിഞ്ഞു വന്നപ്പോൾ വൈദ്യൻ കൈയുയർത്തി തടുത്തു. നിർത്ത്. പൊനംകൊത്താതെ കാടിറങ്ങിയ വൈദ്യൻ നാട്ടുപഴഞ്ചൊല്ലുകളിൽ പതിരായിപ്പോയതിങ്ങനെയാണ്. മർമ്മമറിഞ്ഞതിനാൽ തല്ലാത്ത ഗുരുക്കൾക്കും ഗുണദോഷ ചിന്തയുടെ ഒടുക്കം കറിവെക്കാനായി ചിറ്റമൃതിൻ തണ്ട് വാങ്ങി വന്ന ഗൃഹനാഥനായ മറ്റൊരു നാട്ടുവൈദ്യനും ഒപ്പം പ്രായോഗിക ജീവിതത്തിന് മുന്നിലെ ചീത്ത മാതൃകയായി. പൊനം കൊത്താൻ പോയ വൈദ്യൻ നാനൌഷധി ഭൂതം ജഗതി കിഞ്ചിൽ ദ്രവ്യം വർത്തതേ. ഔഷധമല്ലാത്തതായി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൻ്റെയോ ഔഷധമല്ലാത്തതായ ഒന്നും കണ്ടെത്താതെ മടങ്ങി വന്ന ജീവകൻ്റെ പുരാവൃത്തത്തിൻ്റെയോ നാട്ടുപാഠമാണ് കേരളത്തിലെങ്ങും പ്രചാരമുള്ള ഈ ചൊൽക്കഥ. ഒരു മഷിത്തണ്ട് പോലും തിരിച്ചറിയാനാവാതെ പോയതിൻ്റെ സങ്കോചം പച്ചയുടെ ആഘോഷങ്ങളിൽ ആണ്ട് മുങ്ങിയിരുന്ന പഴയ ഗോത്രസ്മൃതികളിൽ തികട്ടി വരുമ്പോഴെല്ലാം മലയാളിയെ പൊന്നാറിലാഴ്ത്തുന്നു. ഫ്ലാറ്റുകളുടെ ബഹുനിലകളിലും